ഇന്ത്യ-US തന്ത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു. നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമി മൂലകങ്ങളുടെയും വിതരണം, ഖനനം, സംസ്കരണം എന്നിവ സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഉഭയകക്ഷി ചട്ടക്കൂടിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു. ഉഭയകക്ഷി ചർച്ചകൾക്കും ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനും ശേഷം വളരെ മത്സരാധിഷ്ഠിതമായ ആഗോള സാഹചര്യത്തിൽ അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാഴികക്കല്ലായ കരാർ പ്രഖ്യാപിച്ചു. നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമിയുടെയും ഖനനത്തിനും സംസ്കരണത്തിനുമുള്ള വിതരണം സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു ഉഭയകക്ഷി ഇന്ത്യ-US ചട്ടക്കൂടിൽ ഞങ്ങൾ ഇന്ന് ഒപ്പുവെക്കുകയാണ്, ജയശങ്കർ പറഞ്ഞു. ക്വാഡ് മീറ്റിംഗിൽ ഈ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നുവെന്ന് ഊന്നിപ്പറഞ്ഞ മന്ത്രി, ഈ വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നത് വളരെ സമയോചിതവും നിർണായകവുമാണെന്ന് അഭിപ്രായപ്പെട്ടു. അത് ദ്വിപക്ഷീയമായോ ക്വാഡ് ഫോർമാറ്റിലൂടെയോ അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുടെ ഒരു വലിയ ഒത്തുചേരലിലൂടെയോ നടപ്പിലാക്കിയാലും നിർണായക ധാതുക്കളിലും അപൂർവ ഭൂമി വിതരണ ശൃംഖലയിലും സമഗ്രമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനാണ് ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഖനനം, സംസ്കരണം, പുനരുപയോഗം, അനുബന്ധ നിക്ഷേപങ്ങൾ എന്നിവ പങ്കാളിത്തത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നും ജയശങ്കർ പറഞ്ഞു. ഇത് സ്ഥിരതയുള്ളതും വൈവിധ്യപൂർണവുമായ വിതരണ ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും ധനസഹായത്തിലും നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമിയുടെയും ഫലപ്രദമായ മാനേജ്മെന്റുമായി സഹകരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. വളരെയധികം വെല്ലുവിളികളും എന്നാൽ നിരവധി അവസരങ്ങളുമുള്ള ഒരു ലോകത്ത് നമ്മുടെ സഹകരണം എത്രത്തോളം അടുത്താണെന്നതിന്റെ ഒരു അടയാളം കൂടിയാണിതെന്നും വാഷിംഗ്ടൺ ന്യൂഡൽഹി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ തെളിവായി കരാറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കരാറിൽ ഒപ്പുവെച്ചത് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുള്ള എന്റെ സമയത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യത്തെക്കുറിച്ചും അമേരിക്കയിൽ നമ്മുടെ ദേശീയ താൽപര്യത്തിന് അത് എത്രത്തോളം പ്രധാനമാണെന്നും ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ നൂതന സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട നിർണായക ധാതുക്കളിലേക്കും വിതരണ ശൃംഖലകളിലേക്കും വിശ്വസനീയമായ ദീർഘകാല പ്രവേശനം ഉറപ്പാക്കുന്നതിൽ തന്ത്രപരമായ താൽപര്യങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണെന്ന് അദ്ദേഹം അടിവരയിട്ടു. ഹൈടെക് ഇലക്ട്രോണിക്സ്, ക്ലീൻ എനർജി, സാങ്കേതിക വിദ്യകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് നിർണായക ഘടകങ്ങളാണ് നിർണായക ധാതുക്കളും അപൂർവ ഭൂമി മൂലകങ്ങളും. നിലവിൽ ആഗോള സംസ്കരണ വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന ചൈനയെ, പ്രത്യേകിച്ചും സിംഗിൾ സോഴ്സ് വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങൾക്കിടയിലാണ് ഈ വിതരണ ശൃംഖലകളെ വൈവിധ്യവൽക്കരിക്കാനുള്ള ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.